അസ്സലാമു അലൈക്കും. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് താരീഖ് പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്നും വിശകലനം ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ യോജിപ്പിക്കാം എന്നതാണ്. അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ചോദ്യപേപ്പറിൻ്റെ ഇടതുഭാഗത്ത് അതിലേക്ക് യോജിപ്പിച്ച് എഴുതേണ്ട ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് യോജിച്ചത് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ഏതാണ് എന്നാണ്. ഖസ്വ. എന്താണ് ഉത്തരം? ഖസ്വ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന ഏതാണ്? മദീന കരാർ. ഉത്തരം മദീന കരാർ. മദീന കരാറിനെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ പ്രഥമ ജുമുഅ ബത്തുനുൽ വാദിയിൽ നിന്നാണ് മുത്തുനബി മദീനയിൽ ആദ്യമായി ജുമുഅ നിസ്കരിക്കുന്നത്. നാലാമത്തേത്, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ എന്ത് വിളിക്കും? മുഹാജിർ എന്നാണ് മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികളെ വിളിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ബദറിൽ മുസ്ലിങ്ങൾക്ക് സഹായം ആയി ആരാണ് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബദറിൽ മലക്കുകൾ ഇറങ്ങി മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം, ബദറിൽ മുസ്ലിങ്ങൾക്ക് സഹായം ആയി. ഉത്തരം മലക്കുകൾ എന്നാണ്. രണ്ടാമത്തെ സെക്ഷൻ പൂർത്തിയാക്കാം. ഇതിൽ 4 ഉപചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യം വായിക്കാം. 1, മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ എന്നാണ് അവിടെ വിട്ടുപോയത്. അപ്പോൾ നമ്മൾ എഴുതുക, മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. 2, അബ്ദുല്ലാഹിബ്നു സലാം മദീനയിലെ ജൂത പണ്ഡിതനായിരുന്നു. 3, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിൻ്റെ കാരണക്കാർ കൂടിയാണ് ബദരീങ്ങൾ എന്നതാണ് വിട്ടുപോയത്, അത് എഴുതുക. 4, ബദർ യുദ്ധം നടന്ന തീയതി ഹിജ്റ 2ാം വർഷം റമളാൻ 17-നാണ്. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2ാം വർഷം റമളാൻ 17-നാണ്. നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ വായിക്കാം. മൂന്നാമത്തെ സെക്ഷൻ 2 വീതം എഴുതാം എന്നതാണ് മൂന്നാമത്തെ സെക്ഷൻ. ഒന്നാമത്തെ ചോദ്യം, മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഇങ്ങനെ വായിക്കാം. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. ഇങ്ങനെ 3 ഗോത്രങ്ങളാണ് ജൂത ഗോത്രങ്ങളായിട്ട് മദീനയിലുള്ളത്. ഇതിൽ നിന്ന് 2 എടുത്തെഴുതണം ഇവിടെ. അതേപോലെ രണ്ടാമത്തെ ചോദ്യം വായിക്കാം. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ. മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ചോദിച്ചത്. 1, മദീനയിൽ സുരക്ഷിതത്വം നിറഞ്ഞു. 2, ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. അതിന് പുറമെയുണ്ട് അവകാശങ്ങളും കടമകളും ഉറപ്പിക്കാൻ ഈ കരാറ് കാരണമായി. ഇതിൽ നിന്ന് 2 നിങ്ങൾ ഇവിടെ എഴുതുക. മൂന്നാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ. മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എഴുതേണ്ടത്. മസ്ജിദുൻ നബവി ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. അതേപോലെ മദീനയിലെ പള്ളി കോടതിയായിരുന്നു. അതിനു പുറമെ കൂടിയാലോചനാ ഭവനമായിരുന്നു. അതേപോലെ തന്നെ പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലവുമായിരുന്നു. ഇങ്ങനെ നിരവധി ഉപയോഗങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 നിങ്ങൾ എഴുതുക. നാലാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം. 5 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ വീടിൻ്റെ മുമ്പിലായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ആരുടെ വീടിൻ്റെ മുമ്പിലായിരുന്നു മുട്ടുകുത്തിയത്? ഉത്തരം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവി ഉണ്ടായിരുന്ന സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആര്? ബനൂ നജ്ജാർ ഗോത്രം എന്നതാണ് ഉത്തരം. ബനൂ നജ്ജാർ ഗോത്രമാണ് മസ്ജിദുൻ നബവിയുടെ സ്ഥലം ദാനം ചെയ്യാൻ ഒരുങ്ങിയത്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ ചോദ്യം, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിൽ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? ഉത്തരം ഈമാൻ ആയിരുന്നു. അൻസ്വാരിങ്ങളുടെയും മുഹാജിറുകളുടെയും ഇടയിലെ സ്നേഹബന്ധത്തിൻ്റെ കാരണം ഈമാൻ ആയിരുന്നു. നാലാമത്തെ ചോദ്യം, ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ എത്ര? ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ എത്ര? 14 സ്വഹാബികളാണ് ബദറിൽ ഷഹീദായത്. അഞ്ചാമത്തെ ചോദ്യം, മദീനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? യസ്രിബ് എന്നാണ് മദീനയുടെ ആദ്യത്തെ പേര്. നമുക്ക് അഞ്ചാമത്തെ സെക്ഷൻ നോക്കാം. വ്യക്തമാക്കാം എന്നതാണ് അഞ്ചാമത്തെ സെക്ഷൻ. അതിൽ ഒന്നാമത്തെ ചോദ്യം അൻസ്വാർ. അൻസ്വാർ എന്ന് വെച്ചാൽ ആരാണ് എന്നാണ് നമ്മൾ വ്യക്തമാക്കി എഴുതേണ്ടത്. നമുക്ക് എഴുതാം, മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസ്വാർ. രണ്ടാമത്തെ ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹു മുഹാജിറായ തൻ്റെ സഹോദരന് പങ്കുവച്ചത് എന്തെല്ലാം എന്നതാണ്. മൂന്നാമത്തെ പാഠം മുഹാജിറുകളും അൻസാറുകളും എന്ന പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിലെ ഒരു ധനികനാണ്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരമൊരുക്കാം എന്നാണ് തൻ്റെ മുഹാജിറായ സഹോദരനോട് സഅദ് റളിയല്ലാഹു അൻഹു പങ്കുവച്ചത്. മൂന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന അതിങ്ങനെയായിരുന്നു: അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. ഇതായിരുന്നു മുത്തുനബിയുടെ ദുആ. നമുക്ക് ആറാമത്തെ സെക്ഷൻ നോക്കാം. ആറാമത്തെ സെക്ഷൻ ആരാണ് പറഞ്ഞത് എന്നതാണ്. ഒന്നാമത്തത്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. ഇത് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എനിക്ക് നിങ്ങൾ മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ഇത് ആരാ പറഞ്ഞത്? നമ്മൾ പഠിച്ചു, മദീനയിലെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏഴാമത്തെ സെക്ഷൻ പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെയുള്ളത് അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷു എന്നാണുള്ളത്. അതിൻ്റെ ബാക്കി വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. ഏഴാമത്തെ സെക്ഷൻ നമുക്ക് നോക്കാം, പൂരിപ്പിക്കാം. ഒരു ചോദ്യമാണ് അതിലുള്ളത്, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷു. ബാക്കി നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസ്വാരി വൽ മുഹാജിറ. അവിടെ വിട്ടുപോയത് ആഖിറ ഫഗ്ഫിർ ലിൽ അൻസ്വാരി എന്നതാണ് അവിടെ വിട്ടുപോയത്. നമ്മളത് എഴുതണം. മുഴുവനായിട്ട് വായിക്കാം. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസ്വാരി വൽ മുഹാജിറ. രണ്ടാം പാഠം മസ്ജിദുൻ നബവി എന്ന പാഠത്തിൻ്റെ അവസാനത്തിലാണ് ഇത് പറഞ്ഞത്. നമുക്ക് ഏഴാമത്തെ സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കാം എന്നതാണ് ഏഴാമത്തെ സെക്ഷൻ. അതിലൊന്നാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷു. അതിൻ്റെ ബാക്കി നമ്മൾ എഴുതണം. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസ്വാരി വൽ മുഹാജിറ.
ഇത് ചോദിച്ചത് 2ാം പാഠം മസ്ജിദ് നബവി എന്ന പാഠത്തിലെ അവസാന പേജിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. താരീഖിലെ 10ാമത്തെ പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. ഇൻഷാ അല്ലാഹ് 5ാം ക്ലാസ്സിലെ താരീഖ് വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.